വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. സിംഗുലാർ പ്ലൂറലാണ് നോക്കുന്നത്. നമുക്കറിയാം പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിംഗുലാർ പ്ലൂറൽ. നമ്മൾ കുറച്ച് 1-2 ടിപ്പുകൾ വെച്ചിട്ടാണ് സിംഗുലാർ പ്ലൂറൽ നോക്കുന്നത്. വാക്കുകളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് നമുക്കതിൻ്റെ പ്ലൂറൽ കണ്ടെത്താൻ എളുപ്പമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞ് സിംഗുലാറും പ്ലൂറലും പഠിക്കുന്നത്. അതിൽ ആദ്യത്തേത്, തന്നിരിക്കുന്ന വാക്ക് UM-ലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്ലൂറൽ UM-ൻ്റെ സ്ഥാനത്ത് A ആക്കി കൊടുക്കുക. UM-നെ മാറ്റി A ആക്കി കൊടുക്കുക. അപ്പോൾ അമ്മിൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ അമ്മിന് പകരം ആയിലാക്കി മാറ്റുക. ആ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും അത് പ്ലൂറലായിട്ട് മാറും. UM മാറ്റി A ആക്കുമ്പോഴേക്കും പ്ലൂറലാവും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വാക്കുകളാണ് അഡൻഡം, അഡൻഡ, അക്വേറിയം, അക്വേറിയ, ബാക്ടീരിയം, ബാക്ടീരിയ, കരിക്കുലം, കരിക്കുല, ഡേറ്റം, ഡേറ്റ, ഡിക്റ്റം, ഡിക്റ്റ, എംപോറിയം, എംപോറിയ, എറാറ്റം, എറാറ്റ, ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയ, ജിംനേഷ്യം, ജിംനേഷ്യ, കോറിജൻഡം, കോറിജൻഡ, മീഡിയം, മീഡിയ, മെമ്മോറാണ്ടം, മെമ്മോറാണ്ട, മൊമൻറ്റം, മൊമൻറ്റ, അജണ്ടം, അജണ്ട, ഫൈലം, ഫൈല, പ്ലാനറ്റോറിയം, പ്ലാനറ്റോറിയ, റഫറണ്ടം, റഫറണ്ട, സ്പെക്ട്രം, സ്പെക്ട്ര, സ്റ്റേഡിയം, സ്റ്റേഡിയ, സ്ട്രാറ്റം, സ്ട്രാറ്റ, സിംപോസിയം, സിംപോസിയ, ഓവം, ഓവ, മിനിമം, മിനിമ, മാക്സിമം, മാക്സിമ, സാനിറ്റോറിയം, സാനിറ്റോറിയ. അപ്പം UM-ൽ അവസാനിക്കുന്ന കുറച്ച് വാക്കുകളും അതിൻ്റെ പ്ലൂറലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഐഡിയ പറഞ്ഞു? UM-ൽ അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ UM മാറ്റി A ആക്കി കൊടുക്കുക. പരീക്ഷയിൽ ആവർത്തിച്ച ചോദ്യങ്ങളാണിതെല്ലാം. രണ്ടാമത്തത്, US-ൽ അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ, തന്നിരിക്കുന്നത് US-ൽ അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ അവയുടെ പ്ലൂറൽ US-ന് പകരം I ആക്കി കൊടുക്കുക. US-നെ മാറ്റി I ആക്കി കൊടുക്കുമ്പോഴേക്കും പ്ലൂറലായിട്ട് മാറുന്നു. അപ്പോൾ US-ൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ US മാറ്റി I ആക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വാക്കുകളാണ്? അലൂമിനസ്, അലൂമിനി, ഫോക്കസ്, ഫോസി, ലോക്കസ്, ലോസി, ന്യൂക്ലിയസ്, ന്യൂക്ലിയൈ, സിലബസ്, സിലബി, ടെർമിനസ്, ടെർമിനി, റേഡിയസ്, റേഡിയൈ, സ്റ്റിമുലസ്, സ്റ്റിമുലൈ, മാഗസ്, മാഗി, ബാസിലസ്, ബാസിലി, ഫംഗസ്, ഫംഗി. അപ്പം US-ൽ അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ US മാറ്റി അവയ്ക്ക് പകരം എന്താക്കുക? I ആക്കി കൊടുക്കുക. അടുത്തത്, നമുക്ക് മൂന്നാമത്തെ ഒരു കാറ്റഗറി വേർഡ്സ് വരുന്നത് IS-ൽ അവസാനിക്കുന്ന വാക്കുകളാണ് വരുന്നത്. IS-ൽ അവസാനിക്കുന്ന വാക്കുകളാണ് വരുന്നതെങ്കിൽ IS-നെ മാറ്റി അവയ്ക്ക് പകരം അതിൻ്റെ സ്ഥാനത്ത് ES ആക്കുക. അപ്പോൾ IS-ൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ IS മാറ്റി ES ആക്കുക. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ആക്സിസ്, ആക്സസ്, ബേസിസ്, ബേസസ്, തീസിസ്, തീസസ്, ക്രൈസിസ്, ക്രൈസസ്, ഒയാസിസ്, ഒയാസിസ് ആണ്, ഒയാസിസ്, OASIS, ഒയാസസ്, അനലൈസിസ്, അനലൈസസ്, സിന്തസിസ്, സിന്തസിസ്, എംഫസിസ്, എംഫസിസ്, ഡയഗ്നോസിസ്, ഡയഗ്നോസിസ്, പ്രോഗ്നോസിസ്, പ്രോഗ്നോസിസ്, പാരന്തിസിസ്, പാരന്തിസിസ്, ഹൈപ്പോത്തിസിസ്, ഹൈപ്പോത്തിസിസ്. അടുത്തത് എലിപ്സിസ്, എലിപ്സസ്. ഓർമ്മയിലിരിക്കുക, ഈ IS-ൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ IS മാറ്റി ES ആക്കി കൊടുക്കുക. അടുത്ത മറ്റൊരു കാറ്റഗറിയാണ് ഹൈഫൺ ഉള്ള വാക്കുകൾ വരാം. നമുക്ക് ഹൈഫൺ ഉള്ള വാക്കുകളാണ് വരുന്നതെങ്കിൽ അവയുടെ പ്ലൂറൽ പറയാൻ ആദ്യ വാക്കിനോടൊപ്പം S ചേർത്ത് പറയുക. അതായത് ആദ്യത്തെ വാക്കിനെ പ്ലൂറലാക്കി കൊടുത്താൽ മതി. ആദ്യ വാക്കിനോടൊപ്പം S ചേർത്ത് പറയുക. ഹൈഫൺ ഉള്ള വാക്കുകളാണെങ്കിൽ അവയെ പ്ലൂറലാക്കാൻ ആദ്യ വാക്കിനോടൊപ്പം S ചേർത്ത് പറയുക. എങ്ങനെ പറയാം? ഇങ്ങനെയുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ഫാദേഴ്സ് ഇൻ ലോ, ആദ്യ വാക്ക് ഏതാണ്? ഫാദർ, അതിനോടൊപ്പം S ചേർത്ത് പറഞ്ഞാൽ മതി. ഫാദർ ഇൻ ലോ, ആദ്യത്തെ വാക്ക് ഫാദർ, അതിനോടൊപ്പം S ചേർത്ത് പറയുമ്പം ഫാദേഴ്സ് ഇൻ ലോ. മദർ ഇൻ ലോ ആണെങ്കിൽ മദേഴ്സ് ഇൻ ലോ.
സിസ്റ്റർ ഇൻ ലോ ആണെങ്കിലോ സിസ്റ്റേഴ്സ് ഇൻ ലോ, ബ്രദർ ഇൻ ലോ, ബ്രദേഴ്സ് ഇൻ ലോ, സൺ ഇൻ ലോ, സൺസ് ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ, ഡോട്ടേഴ്സ് ഇൻ ലോ, കമാൻഡർ ഇൻ ചീഫ്, കമാൻഡേഴ്സ് ഇൻ ചീഫ്, അറ്റോർണി ജനറല്, അറ്റോർണീസ് ജനറല്, കോർട്ട് മാർഷല്, കോർട്സ് മാർഷല്, ഗവർണർ ജനറൽ, ഗവർണേഴ്സ് ജനറല്, പാസർ ബൈ, പാസേഴ്സ് ബൈ, ലോക്കർ ബൈ, ലോക്കേഴ്സ് ബൈ, റണ്ണർ അപ്പ്, റണ്ണേഴ്സ് അപ്പ്, മാൻ ഓഫ് വാർ, മാൻ എന്ന് പറയുന്നത് സിംഗുലാർ ആണെന്ന് അറിയാം, അതിൻ്റെ പ്ലൂറൽ ഏതാണ്? മെൻസ്, മെൻ എന്നാണ് പറയുന്നത്, മെൻ ഓഫ് വാർ. അപ്പം മാൻ ഓഫ് വാർ, മെൻ ഓഫ് വാർ. അപ്പം നമ്മൾ പറഞ്ഞ ഐഡിയ, ഹൈഫൺ ഉള്ള വാക്കുകളാണെങ്കിൽ ആദ്യ വാക്കിനോടൊപ്പം എസ് ചേർത്ത് പറയുക. അപ്പോൾ 4 കാറ്റഗറി വേർഡ്സ് ആണ് പറഞ്ഞത്. യു എമ്മിൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറല് യു എം മാറ്റി എ ആക്കി കൊടുക്കുക. ഇനി യു എസിൽ അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ യു എസ് മാറ്റി ഐയിൽ അവസാനിപ്പിക്കുക. ഇനി ഐ എസിൽ അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ ഐ എസിനെ മാറ്റി ഇ എസിലാക്കുക. അടുത്തത് ഹൈഫൺ ഉള്ള വാക്കുകളാണെങ്കിൽ ആദ്യ വാക്കിനോടൊപ്പം എസ് ചേർത്ത് പറയുക.